Make some noise for Mamuka. Come on, Sharjah. മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ, മലയാളത്തിലെ മെഗാ നമ്മുടെ മമ്മുക്ക. നമ്മുടെ മമ്മുക്ക is right here. Come on guys, make some noise. നമ്മളെല്ലാരും പറഞ്ഞ പോലെ തന്നെ മമ്മുക്ക കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നേരത്തെ ആവേശം celebrating the success of the movie called Turbo right here at Sharjah Central Mall from the whole team of Line Investment and Lulu. Okay, a small token of love for Khalid Al-Meri. Also to the director of the movie Vaishak. Bouquet coming out for Samad from Truth Films. Can we have please for Samad? Sharjah Central marketing manager is going to give a small token of love to Mamuka. Success celebration നടക്കാണ് Turbo എന്ന് പറയുന്ന സിനിമയുടെ. So thank you so much gentlemen. Thank you team Lulu and team Line Management. Thank you. Thank you so much. Thank you. Okay. നമുക്ക് ഡെഫിനറ്റ്ലി യെസ് മമ്മൂക്ക നമ്മളോടൊപ്പം സംസാരിക്കുന്നതായിരിക്കും. പക്ഷെ അതിന് മുന്നേ തന്നെ ഈ സിനിമയുടെ ഡയറക്ടറുടെ അടുത്ത് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. വൈശാഖ്, ആഫ്റ്റർ പോക്കരി രാജ, ആഫ്റ്റർ മധുര രാജ, മമ്മൂക്കയെ നായകനാക്കി മറ്റൊരു സിനിമ സക്സസ് സെലിബ്രേഷൻ നടക്കുകയാണ് ഇവിടെ ദുബായിൽ. 6 മണിക്ക് പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒരു 4 മണി മുതൽ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. ഷാർജയോട്, യുഎഇയോട് വൈശാഖിന് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിൽ ആദ്യമേ തന്നെ താങ്ക് യു പറയുന്നു. ഒരു സിനിമയുടെ സക്സസ് ഇവൻറ്റിൽ വരുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ ആദ്യമേ തന്നെ ടർബോ വിജയിപ്പിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി 1000 നന്ദി പറയുന്നു. ഈ സിനിമയിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാത്തിലും ഉപരി നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക, നിങ്ങൾ സിനിമ കണ്ടതാണ്, നിങ്ങൾക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ആ സിനിമ ചെയ്തത്. ഒരുപാട് ദിവസങ്ങൾ ഫിസിക്കലി വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ മമ്മൂക്കയോട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഈ സിനിമ കണ്ടവരാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും. ഈ സിനിമയുടെ അവസാനം നിർത്തുന്നത് ഒരു ചെറിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. അതെപ്പോൾ വരുന്നുള്ളത് നമുക്ക് ചോദിക്കാം. നിങ്ങളെല്ലാവരും അനുഗ്രഹിച്ചാൽ നമുക്ക് അത് വീണ്ടും ചെയ്യാം. ഒരു ടർബോ 2 ഒരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് വൈശാഖ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഈ സിനിമയിൽ മറ്റൊരു മേജർ ക്യാരക്ടർ ചെയ്ത ഒരു വ്യക്തി, ഒരു പ്രവാസിയാണ് മിസ്റ്റർ അനൂര ഇസ്യാർ. അനൂരയ്ക്കും വലിയൊരു കയ്യടി കൊടുക്കുക. അദ്ദേഹം ഈ സിനിമയുടെ ഭാഗമാണ്. ഈ സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അനൂര, 2 വാക്കുകൾ ടു ദ പീപ്പിൾ ഇൻ ഷാർജ. ഗുഡ് ഈവനിങ്. നിങ്ങളെല്ലാവരും സിനിമ കണ്ടു കാണും. മമ്മൂക്ക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തിലൊരു അംഗമാണ്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് ദുബായ് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഹോമാണ് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലൊരു സിനിമയാണ് ടർബോ. അങ്ങനെ തന്നെയാണ് നിങ്ങൾ തിയേറ്ററിൽ ആ സിനിമ വിജയിപ്പിച്ചതും. അപ്പോൾ ഇന്ന് വന്നു ചേർന്ന എല്ലാവർക്കും, ചെറിയ ഒരു പ്രവാസി ആയ എൻ്റെ പേരിലും ഈ സിനിമയുടെ ചെറിയ രീതിയിലൊരു ഇതിൽ പങ്കുചേർന്ന ഒരാളെന്നുള്ള രീതിയിലും നിങ്ങളുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അനുര, താങ്ക് യു. മലയാളികളാണ് ആക്ച്വലി ഇദ്ദേഹത്തിന് ഫാൻസ് ആയിട്ട് കൂടുതലുള്ളത്, എമറാത്തികളെക്കാൾ കൂടുതൽ. ഖാലിദ് അൽ മേരി ഈസ് റൈറ്റ് ഹിയർ. ഖാലിദ് ജി, വാട്ട് ഡു യു ഹാവ് ടു സേ അബൌട്ട് ദിസ് മൂവി? Assalamu alaikum. Wa alaikum salam. Mamuka! Turbo! I want to thank you all so much for coming today. Did anyone watch the interview that I did with Mamuka? Well, mashallah, I feel honored to be here. Thank you so much, Mr. Mamuka, for inviting me. Thank you for the opportunity to interview you, to share your story with everyone. I learned that Mr. Mamuka is a humble man, a great man, someone who makes his videos and his movies for you, the people, mashallah. Much love to Mamuka. Thank you. Assalamu alaikum. Thank you, Khalid. Thank you so much. ഈ ഒരു സിനിമയുടെ തുടക്കം മുതൽ തന്നെ, അല്ലെങ്കിൽ ഒരു പക്ഷേ മമ്മൂട്ടി കമ്പനിയുടെ തുടക്കം മുതൽ തന്നെ മമ്മൂക്കയുടെ കൂടെയുള്ള സമദ് ഫ്രം ട്രൂത്ത് ഫിലിംസ്. സമദ് ഷാർജയോട് എന്താണ് പറയാനുള്ളത്?
അസ്സലാമു അലൈക്കും, നമസ്കാരം. ഒരുപാട് സന്തോഷം. ഈ സ്നേഹം, നിങ്ങൾ തരുന്ന അംഗീകാരം, ഒത്തിരി സന്തോഷം. താങ്ക് യു. നമ്മൾ ടർബോ സിനിമ ഇത്രയും വലിയൊരു സക്സസ് ആക്കിയത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ്. താങ്ക് യു. താങ്ക് യു. ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിളിക്കാം അല്ലേ? മമ്മൂക്കാക്ക് UAE എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. മമ്മൂക്കയുടെ എല്ലാ സിനിമകളുടെയും ട്രെയിലർ മുതൽ ടീസർ വരെയും മലയാളികൾ, നാട്ടിലുള്ള മലയാളികളെക്കാളും കൂടുതൽ ആദ്യം കാണുന്നത് UAE-ലുള്ള നമ്മളാണ്. അതിനുവേണ്ടി നമ്മുടെ സ്നേഹം തിരിച്ചു കൊടുക്കാനുള്ള സമയമായി. Can we call Mammuka? Make some noise for the mega star of Malayalam movies, Mammuka, to Sharjah. നമസ്കാരം. അർഫാസ് പറഞ്ഞതുപോലെ എനിക്ക് മാത്രമല്ല UAE സ്പെഷ്യൽ. UAE നമുക്ക് എല്ലാവർക്കും സ്പെഷ്യലാണ്. നമ്മുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക രംഗത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു രാജ്യമാണ് UAE. അതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഞാൻ എൻ്റെ വിദേശയാത്രകളിലെ രണ്ടാമത് ഞാൻ സന്ദർശിക്കുന്ന വിദേശ രാജ്യമാണ് UAE. അത് 1987 ഞാൻ ആദ്യം വന്നിറങ്ങുന്നത് ഷാർജയിലാണ്. അങ്ങനെ ഷാർജയുമായൊരു ചെറിയ ആത്മബന്ധം എനിക്കുണ്ട്. ഈ സിനിമകളുടെ ആഘോഷങ്ങളിലും ആരംഭത്തിലുമൊക്കെ, വിജയത്തിലും സന്തോഷത്തിലുമൊക്കെ നമ്മുടെ മലയാളികളെയും മലയാളികളല്ലാത്തവരെയും, മലയാള സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കാണാനും അവരുടെ സന്തോഷം പങ്കിടാനും ഞാൻ സമയം കണ്ടെത്താറുണ്ട്, അവസരങ്ങൾ ഒരുക്കാറുണ്ട്. ഇതതുപോലെ ഒന്നാണ്. ഞങ്ങളൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി, മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ് ഇതിനൊരു പുതിയ സിനിമ ഇറങ്ങി. അതും ഇവിടെയാണ് ഞങ്ങൾ ആരംഭിച്ചത്. ഇതിൻ്റെ ആഘോഷ പരിപാടികൾ, ഇതിൻ്റെ വിജയാഘോഷവും ഇവിടെ തന്നെ വേണമെന്നാണ് നമ്മുടെ ആഗ്രഹമുണ്ടായിരുന്നത്. ഇനി ഒരുപാട് എമിറേറ്റ്സിൽ നമ്മൾ പോകാത്ത സ്ഥലങ്ങളുണ്ട്. അടുത്തൊരു സിനിമ നിങ്ങൾ ഇതിനേക്കാളും വലുതായിട്ട് വിജയിപ്പിച്ചാൽ നമ്മൾ ഓരോ എമിറേറ്റ്സിലും പോകും. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കേണ്ടത് UAE-യിലെ മലയാളികളും മലയാള സിനിമയെ സ്നേഹിക്കുന്ന മറുഭാഷക്കാരും ഒക്കെ തന്നെയാണ്. ഈ സിനിമ ഒരു വലിയ വിജയമാക്കി തന്നതിൽ തീർച്ചയായിട്ടും സിനിമയുടെ ആദ്യത്തെ 1-2 ആഴ്ചകളിൽ നാട്ടിൽ അത്രയും തന്നെ ആളുകൾ കണ്ടില്ലെങ്കിലും, പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിൽ ഏകദേശം നമ്മുടെ നാടിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള കളക്ഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടാകാറുണ്ട് ആദ്യവാരങ്ങൾ. പിന്നെ ഇവിടെ എത്ര ആൾക്കാർ കുറയുള്ളതുകൊണ്ട് കുറയുമായിരിക്കും. പക്ഷെ അതൊരു വലിയ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ GCC എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റാണ്. മാർക്കറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ സിനിമ കാണുന്നതുകൊണ്ട് നമ്മുടെ സിനിമ തിയേറ്ററിൽ തന്നെ കാണുന്ന മാത്രം ചെറിയ അപേക്ഷയുണ്ട്. ഫോണിൽ കാണുന്ന സിനിമ പൂർണ്ണമായും സിനിമയല്ല, ഫോണിൽ കാണുന്നത് മാത്രമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കാണണമെന്നൊരു അപേക്ഷയുണ്ട്. എന്നാലേ സിനിമ വിജയിക്കുകയുള്ളൂ. നല്ല സിനിമകളും വലിയ സിനിമകളും എടുക്കാൻ നമ്മുടെ നിർമ്മാതാക്കൾക്ക് അവസരങ്ങളുണ്ടാകും. പിന്നെ ഇന്ന് എനിക്കൊരു വലിയ സന്തോഷകരമായൊരു കാര്യമുണ്ട്. ഇവിടെ നമ്മുടെ ആതിഥേയരായിട്ടുള്ള ഈ നാട്ടുകാർ സംസാരിക്കുന്ന ഭാഷ മലയാളമല്ല. നമ്മുടെ ഈ സിനിമ ഇന്ന് അറബിയിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എനിക്ക് ഉറപ്പില്ല ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ട് അറബി സംസാരിക്കാൻ പോകുന്ന മലയാള സിനിമ നമ്മുടേതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പില്ല. ഞാൻ നോക്കിയെടുത്തോളം എൻ്റെ അറിവനുസരിച്ച് അങ്ങനെയാണ്. അങ്ങനെ അല്ലെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ എന്നാലും അതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ അഭിനയിച്ചൊരു സിനിമയാണ് ആദ്യമായിട്ട് അറബിയിൽ വരുന്നത്. എൻ്റെ സിനിമ ആദ്യമായിട്ടാണ് അറബിയിൽ വരുന്നത്. ഞാൻ അഭിനയിച്ച സിനിമ ആയിരിക്കില്ല, പക്ഷേ എൻ്റെ സിനിമ ആദ്യമായിട്ടാണ്. നിങ്ങൾ ഏതായാലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഈ സിനിമ ഒന്നുകൂടെ കണ്ടൊന്ന് സന്തോഷിക്കും. ഞാൻ എൻ്റെ ശബ്ദത്തിലല്ലെങ്കിലും എനിക്ക് അങ്ങനെ അറബിയൊന്നും പറയാൻ അറിയില്ല. അറബി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ടർബോ ജോസിന് പകരം നമ്മളിട്ടിരിക്കുന്ന പേരെന്താ? ജാസിം ടർബോ. ജാസിം ടർബോ എന്നാണ് എൻ്റെ അറബിയിലെ പേര്. അപ്പോൾ അതിന് സഹകരിച്ച ഒത്തിരി ആളുകൾ, അറബ് ഭാഷ സംസാരിക്കുന്നവരും അറബും മലയാളം അറിയാവുന്ന അറബികളും അറബ് അറിയാവുന്ന മലയാളികളും മലയാളം അറിയാവുന്ന അറബികളൊക്കെ ഈ സിനിമയോട് സഹകരിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് വിളിച്ച് പരിചയപ്പെടാം. പലരെയും നിങ്ങൾക്കറിയാവുന്ന ആളുകൾ തന്നെയാണ്. അവരെ വിളിക്കുന്നുണ്ടോ? പ്ലീസ്. ഈ ട്രെയിലർ ഒരു മിനിറ്റ്. നമ്മളീ പടം ഈ ട്രെയിലർ ഇപ്പോൾ ലോഞ്ച് ചെയ്യാണ്. സമയമായോ? ട്രെയിലർ ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇത് അറബി പറയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കും. എന്നിട്ട് നമുക്ക് അവരെ വിളിക്കാം. Okay, so
ആദ്യമായിട്ടൊരു മലയാള സിനിമ അറബിയിൽ ഡബ് ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിച്ചു. ഇതിനകത്ത് ബിന്ദു പണിക്കറിന്റെ ക്യാരക്ടർ നിങ്ങൾ കണ്ടല്ലോ. ബിന്ദു പണിക്കറിന് വേണ്ടി ശബ്ദം കൊടുത്തത് മറ്റാരുമല്ല, വി ഗോട്ട് ആർ മറിയം ഹിയർ, റൈറ്റ് ഹിയർ വിത്ത് us. മറിയം. We also have Noora. Can we have Ahmad Salah, who dubbed for Mammuka? നമ്മുടെ ജോസിനെ ജാസിമാക്കി മാറ്റിയ അഹമ്മദ് ആണ്. അതേപോലെ തന്നെ we have got Rashid and Salim. നമുക്ക് ഇവരുടെ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഡബിംഗ് എന്ന് പറഞ്ഞാൽ. ഗേൾസ്, വാട്ട് യു ഹാവ് ടു സേ? ഹൗ വാസ് ദ എക്സ്പീരിയൻസ് ഓഫ് ഡബിംഗ് എ മലയാളം മൂവി? ഹായ് എവ്രി വൺ. ഡബിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. പക്ഷേ മമ്മൂക്കക്ക് വേണ്ടിയിട്ട് വി സെഡ് യെസ്, ലൈക്ക് ഹൗ കുഡ് വി നോട്ട്. പിന്നെ എന്താ പിന്നെ പറയണ്ടേ? മറിയം ആർക്കൊക്കെ വേണ്ടി ഡബ് ചെയ്തു ഇതിനകത്ത്? ഹൗ മെനി ക്യാരക്ടേഴ്സ് യു ഡബ്ഡ് ഫോർ? അറൗണ്ട് ജസ്റ്റ് ബിന്ദു പണിക്കർ. ജസ്റ്റ് ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ വേണ്ടി മാത്രം ഡബ് ചെയ്ത, വേണമെങ്കിൽ നമുക്ക് ബിന്ദു പണിക്കറിന്റെ ഫാമിലിയിലാക്കാൻ പറ്റിയ ഒരാളാണ് അല്ലേ? താങ്ക് യു. താങ്ക് യു. സോ നൗ നൂറ, കം ഹിയർ. നൂറ ആർക്കൊക്കെ വേണ്ടി ഡബ് ചെയ്തു? ഹൗ മെനി ക്യാരക്ടേഴ്സ്? How many characters എനിക്ക് ഓർമ്മയില്ല. Oh, first of all, salam alaikum guys. Hope you guys are okay. ഇനി പറഞ്ഞു. പറഞ്ഞു. അപ്പോൾ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഡബിംഗ് ഫോർ എ മലയാളം മൂവി? സത്യം പറയുകയാണെങ്കിൽ എന്നോട് ചോദിക്കരുതും, ഈ നിൽക്കുന്ന എല്ലാവരോടും ചോദിക്കണം. ഞാൻ അവിടെ മാനേജറിനെ പോലെയാണ് നിന്നത്. ബട്ട് ഇറ്റ് വാസ് എ ലവ്ലി എക്സ്പീരിയൻസ്. ലൈക്ക് ദാറ്റ് ട്രാൻസ്ലേഷൻ, അതായിരുന്നു ബെസ്റ്റ് പാർട്ട്. ഓക്കെ, അമേസിംഗ്. അഹമ്മദ്, ഐ തിങ്ക് യു ഡബ് ഫോർ മമ്മൂക്ക അല്ലേ? അഹമ്മദ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഹീസ് എ ബ്ലോഗർ. അറബി നന്നായിട്ട് വ്യത്യസ്തമായ അറബികൾ സംസാരിക്കുന്ന വ്യക്തിയാണ്. സോ അഹമ്മദ്, നമ്മുടെ ജോസിനെ ജാസിമാക്കി മാറ്റിയത് താങ്കളാണ്. ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? അസ്സലാമു അലൈക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് എൻ്റെ ആദ്യത്തെ ഡബ്ബിംഗ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈം തന്നെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത്, മമ്മൂക്കയുടെ ക്യാരക്ടർ ആയത് വലിയ സന്തോഷമുണ്ട് എനിക്ക്. I'd like to just say one line before I go. Okay. من عرفتك أنت مثل خنجرك اللي ما منه فايدة. Thank you. അതിന്റെ അർത്ഥം കൂടെ പറഞ്ഞിട്ടോ? Just kidding. Thank you. All right, we have another gentleman as well. How was your experience? السلام عليكم. عيدكم مبارك أول شيء. The experience was amazing. Is this the first time you're watching a Malayalam film? No, it's not the first time. Okay, you watched before. I watch a lot of movies, Indian movies actually. Okay. But not specifically. Not how is Mammuka's action in this movie? How is the action sequence? It was next level. അറബികൾ വരെയും കണ്ട് നെറ്റിയ മമ്മൂക്കയുടെ ആക്ഷൻ സീരീസ് ആണ് പോലെ. This is an amazing movie. You have to listen to it in Arabic, and you're gonna love it even more in Emirati language. It's better than. It's not better, but it's an honor to give you this literally. Thank you so much for this amazing movie. Okay, and we have the honor to translate it in Emirati. That's the best thing, and I hope everyone here loves the movie even more in Arabic and Malayalam. Thank you so much. All right, thank you. Can we hear two words from Rashid as well? Rashid. Assalamu alaikum. We are very proud to be the first Emirati to do the voiceover in the Emirati accent, and we are very excited for you guys to watch the movie, and we enjoyed very much to do the voiceover, and yeah, thank you so much. Thank you. ഓക്കെ, അപ്പോൾ സമ്മതക്ക ആക്ച്വലി നമ്മൾ എപ്പോഴും മമ്മൂക്കയുടെ കൂടെ കാണുന്ന വ്യക്തി തന്നെയാണ്. ഹീസ് ഹെഡിങ് ദ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ്. സമ്മതക്കാക്ക് ഷാർജനത്ത് പറയാൻ ഒരു വാക്കുകൂടെ ബാക്കിയുണ്ട്. ഒന്നുമില്ല, ഞാനിത് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ അതൊരു ശരിയാവില്ല. എനിക്ക് നൂറ, മറിയം, അഹമ്മദ് ഇവരുടെ 3 പേരോടും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. കാരണം നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞതും അവരുടെ ഒരുപാട് സപ്പോർട്ടുണ്ട്. അവരവരുടെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയം, വളരെ വിലപ്പെട്ട സമയം ചിലവഴിച്ചിട്ട്
ഒത്തിരി സ്ട്രെയിൻ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടത് നൂറയുടെ സ്കിൽസാണ്. ദാറ്റ് ഇസ് സംതിങ് വി നോ. ലൈക്ക് ആളാണ് ഇതിൻ്റെ ഈ സ്ക്രിപ്റ്റിംഗ്, ലൈക്ക് ഈ ഡയലോഗ്സ് ചേഞ്ച് ചെയ്യലും കാര്യങ്ങളൊക്കെ ആളുടെ അഡ്വൈസ് പ്രകാരമാണ്. ആൻഡ് എസ്പെഷ്യലി ജാസിം ടർബോ, ആ ജാസിം എന്ന പേരും നൂറയാണ് സജസ്റ്റ് ചെയ്തത്. ശുക്രൻ യഖ്തി മഷ്കൂർ. ഇത് മലയാള സിനിമ കണ്ടിട്ട് മലയാളം പഠിച്ച ആൾക്കാരാണ്. അതെ, മലയാള സിനിമ കണ്ടിട്ട് ആണ് അവരിത്. ആൻഡ് ഐ ഹാവ് ടു താങ്ക് മൈ ബ്രദേഴ്സ് റെബിൻ ആൻഡ് അരീബ് ബിക്കോസ് ദേ ഹാവ് ഓൾസോ ഹാവ് സപ്പോർട്ടഡ് എ ലോട്ട്. ലൈക്ക് അവരൊരു ഡയറക്ടറും എഴുത്തുകാരും എന്നല്ലെങ്കിലും അവരുടെ വളരെയേറെ പ്രയത്നമുണ്ട് ഇതിൽ. താങ്ക് യു. ഓൾ റൈറ്റ്, ഇവിടെ സക്സസ് സെലിബ്രേഷൻ നടക്കാൻ ഓഫ് ദ മൂവി ടർബോ. മാത്രമല്ല ഈ ഒരു പെരുന്നാൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഈദിന്റെ ഇന്നത്തെ ലാസ്റ്റ് ഹോളിഡേ ആണ്. നാളെ എല്ലാവർക്കും ജോലിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഈ ഈദ് നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈദായി മാറ്റിയിട്ടുണ്ട്. അതിന് കാരണം മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂക്ക. മേക്ക് സം നോയ്സ് വൺ മോർ ടൈം. ഇപ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട് ഇവിടെ. നല്ല സ്ഫുടമായ മലയാളം പറയുന്ന അറബികളും അതിനേക്കാൾ സ്ഫുടമായി അറബി പറയുന്ന മലയാളിയും. ഇതൊരു വലിയ ആത്മബന്ധത്തിൻ്റെ, ഒരു വലിയ സൗഹൃദത്തിൻ്റെ, മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ഒരു സംഗമം നമ്മുടെ എല്ലാവർക്കും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. വളരെ 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 സാംസ്കാരികമായി നമ്മൾ ഉയർന്ന ഈ നാടിലെയും നമ്മുടെ ആളുകളും അതിനോട് തോട് ചേർന്ന് പോകുന്നുവെന്ന് തന്നെ വളരെ സന്തോഷകരമൊരു കാര്യമാണ്. ഈദിൻ്റെ അവസാന ദിവസമല്ലേ, ഫോർത്തിൽ അവസാന ഹോളിഡേ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. Shama